വിനായകൻ പൊട്ടനാണെന്നും അക്ഷരാഭ്യാസമില്ലാത്തവനാണെന്നുമാണ് പൊതുജനത്തിൻ്റെ ധാരണ. എന്നാൽ അതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടാണ് വിനായകൻ ഇന്ന് പോലീസിന് മൊഴി നൽകിയത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ്റെ മരണത്തിന് പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൂടെ വിനായകൻ അധിക്ഷേപ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. ഒടുവിൽ മാധ്യമപ്രവർത്തക അപർണയെ വരെ വിനായകൻ പള്ളു പറഞ്ഞു. ഇതൊക്കെ തൻ്റെ അത്യന്താധുനിക കവിതയെന്നാണ് വിനായകൻ്റെ അവകാശവാദം. പോലീസ് ചോദ്യം ചെയ്യലിൽ വിനായകൻ പറഞ്ഞത് എന്തൊക്കെയാണ്? രാവിലെ 11 മണിയോടെയാണ് വിനായകൻ ചോദ്യം ചെയ്യലിന് ഹാജരായത്. സൈബർ പോലീസ് വിളിപ്പിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിലെ അധിക്ഷേപ അസഭ്യ പരാമർശങ്ങൾ വിനായകൻ്റെ FBയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു. വിനായകൻ്റെ ഫോണും അന്വേഷണ സംഘം പരിശോധിച്ചു. യേശുദാസ്, അടൂർ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് പുറമെ മാധ്യമപ്രവർത്തകയെയും അസഭ്യവാക്കുകൾ നിറഞ്ഞ പോസ്റ്റിലൂടെ വിനായകൻ അധിക്ഷേപിച്ചിരുന്നു. ആധുനിക കവിത എന്ന നിലയ്ക്കാണ് പോസ്റ്റ് ഇട്ടതെന്ന് വിനായകൻ പോലീസിനോട് വ്യക്തമാക്കി. ഗായകൻ യേശുദാസിനെതിരെയും സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനെതിരെയും അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്ന് വ്യാപകമായ വിമർശനം സിനിമയ്ക്കകത്തുനിന്നും പുറത്തുനിന്നും വിനായകനെതിരെ ഉയർന്നിരുന്നു. അതേസമയം സോഷ്യൽ മീഡിയയിൽ ഇരുപക്ഷം ചേർന്നാണ് ആളുകൾ വിനായകൻ്റെ പോസ്റ്റുകളെ സ്വീകരിക്കുന്നത്. ചിലർ വിനായകനെ അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ വിനായകൻ്റെ കരണക്കുറ്റിക്കടിക്കുമ്പോഴുള്ള കമൻറ്റുകളും രേഖപ്പെടുത്തുക പതിവായിട്ടുണ്ട്. കൂടാതെ വിനായകൻ എഴുതുന്ന അല്പായുസുക്കളായ പോസ്റ്റുകൾ പെട്ടെന്ന് മുക്കിക്കളയുന്നതിനെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.